ദാ വന്നു ദേ പോയി എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ ഈ വട്ടത്തെ വിൻ്റർ വന്നതും പോയതും. ഇപ്പോൾ 2 ദിവസമായിട്ട് പൊടിക്കാറ്റും ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ബാൽക്കണിയിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല പോലെ അത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ ഗാർഡനിലും അതിൻ്റേതായ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ കാണാൻ തുടങ്ങി. നല്ല സമ്മറിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളും നമ്മുടെ ചെടികളും കുറച്ച് പ്രിപ്പയർ ആയിട്ട് ഇരിക്കണമല്ലോ. അങ്ങനെ ഞാൻ ചെയ്യാറുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇതെൻ്റെ ശംഖുപുഷ്പമാണ്. ഞാൻ സീഡ് ജെർമിനേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇതിൽ ഫസ്റ്റ് ഫ്ലവർ വിരിയുമ്പോൾ ഞാൻ പറയാമെന്ന്. ഇപ്പോൾ ദാ ഇതിൽ ഫസ്റ്റ് ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെൻ്റെ ബോഗൻവില്ല പ്ലാന്റ്സ് ആണ്. ബോഗൻവില്ലയിലും ഈ വർഷത്തെ ഫസ്റ്റ് ഫ്ലവറിങ് കഴിഞ്ഞു. ഇനി ഇതൊക്കെ ഒന്ന് സോഫ്റ്റ് പ്രൂൺ ചെയ്ത് കുറച്ച് ഫെർട്ടിലൈസേഴ്സൊക്കെ ഇട്ട് കൊടുക്കണം. ബോഗൻവില്ല ഇവിടുത്തെ സമ്മറിലും നന്നായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അതിൻ്റെ നെക്സ്റ്റ് ഫ്ലവറിങ്ങിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈ പ്രൂണിങ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ആദ്യം അതിൻ്റെ ചുവടെയുള്ള ഈ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് എൻ്റെ ഉള്ളത് ഷോപ്പിൽ നിന്ന് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫെർട്ടിലൈസറാണോ ഉള്ളത് അതന്നെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എനിക്ക് ഇതാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ട് ഞാനത് എടുത്തു എന്നേ ഉള്ളൂ. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റൂട്ടിനോട് ചേർന്ന് ഇട്ട് കൊടുക്കരുത് കേട്ടോ. പോട്ടിൻ്റെ സൈഡിലായിട്ട് മണ്ണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സൈഡിലായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. മാത്രമല്ല ഇത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 ദിവസമെങ്കിലും നന്നായിട്ട് നനച്ച് കൊടുക്കണം കേട്ടോ. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു 2-3 ആഴ്ച കൊണ്ട് നെക്സ്റ്റ് സെറ്റ് ഫ്ലവേഴ്സ് ഇതിൽ വന്ന് തുടങ്ങും കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ബേബി പ്ലാന്റ്സ് ആണ്. ഇതെൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന് തന്ന സീഡ്സ് ജെർമിനേറ്റ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു ചട്ടിയിലാണ് ഉള്ളത്. സമ്മർ സീസൺ ആകുമ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചട്ടികളാവുമ്പോൾ നമുക്ക് അത് വെള്ളം ഒഴിക്കാനും ബുദ്ധിമുട്ടാണ്. മാത്രമല്ല പെട്ടെന്ന് തന്നെ മണ്ണ് ഡ്രൈ ആയി പോകും. ഒന്ന് നമ്മുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു വലിയ പോട്ടിലേക്ക് മാറ്റി നടണം. ഇത്രയാണ് കേട്ടോ സമ്മർ സീസൺ ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ ഗാർഡനിൽ വരുത്തിയിട്ടുള്ള ചേഞ്ചസ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്കിനിയും കാണാം. ബൈ.